ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ബേസിക് അക്കൗണ്ടിങ് ടേംസ് വരുന്നത് ALICE എന്ന് പറഞ്ഞാൽ വരുന്നത്, അതിൻ്റെ ഷോർട്ട് ഫോം അത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. അത് ആ രീതിയിലാണ് വരുന്നത്. പിന്നെ ALICE വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അസറ്റ്, A ഫോർ അസറ്റ്, L ഫോർ ലയബിലിറ്റി, I ഫോർ ഇൻകം, C ഫോർ ക്യാപിറ്റൽ, E ഫോർ എക്സ്പെൻസ്. അപ്പോൾ ആലീസ് എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ അക്കൗണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ട്രാൻസാക്ഷൻ. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ വന്നിട്ട് ടു ഐഡൻറ്റിഫൈ ഇറ്റ് ഈസ് വിച്ച് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ. അക്കൗണ്ട് ഇൻക്രീസ് ഡിക്രീസ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതായത് ഇത് ഇൻക്രീസ് ആകുമ്പോൾ ഡിക്രീസ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പോൾ അസറ്റും എക്സ്പെൻസും വരുമ്പോഴത്തേക്കും അത് ഇൻക്രീസ് ആവും. അസറ്റ് എക്സ്പെൻസ് വരുമ്പോൾ ഡെബിറ്റിനെ ഇൻക്രീസ് ചെയ്യും, ക്രെഡിറ്റിനെ ഡിക്രീസ് ചെയ്യും. അതേപോലെ ലയാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം വരുമ്പോൾ ക്രെഡിറ്റിനെ ഇൻക്രീസ് ചെയ്യും, ഡെബിറ്റിനെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോർണൽ എൻട്രി പാസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗൈസ്.